ഒരു ഭരണ തുടർച്ച എന്തുകൊണ്ടാണ് ജനം കൊടുക്കുന്നത്? ജനം ആ സംവിധാനം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. പാർട്ടി കൂടുതൽ ജനസാമാന്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മുതലാളിത്തത്തെ ഒക്കെ പുണരേണ്ടി വരും. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഈ പറയുന്ന ഈ സാംസ്കാരികമായ ഒരു പുരോഗമനപരമായ ഒരു ഉന്നതമായ അവബോധം സൃഷ്ടിക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും കോൺഗ്രസിൽ തന്നെ, അല്ലെങ്കിൽ വലതുപക്ഷമെന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൽ തന്നെ ഒരു ഇടതുപക്ഷ വിഭാഗം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഈ ഇടതുപക്ഷ ഉള്ളടക്കം ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഈ നമ്മളുടെ LDF എന്ന് പറയുന്ന രാഷ്ട്രീയ മുന്നണി, ആ രാഷ്ട്രീയ മുന്നണിയിൽ ഈ ഇടതുപക്ഷ ഉള്ളടക്കത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയാനാവില്ലെങ്കിലും ശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്ന വിമർശനം ഉയരുന്നുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? അത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും ഈ മുന്നണികൾ വിപുലപ്പെടുമ്പോൾ മുന്നണികളുടെ വലിപ്പം എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിരിക്കും കാഴ്ചയ്ക്ക്. പക്ഷേ പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ PM ശ്രീ അത് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നുള്ളതല്ല, പ്രബലമായ ഒരു മുന്നണിയെ നയിക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വം CPIM ഒരു തീരുമാനത്തിലെത്തുന്നു. കാരണം വിദ്യാഭ്യാസപരമായിട്ട് കേരളത്തിന് ഒരുപാട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട് കിട്ടുന്ന, പക്ഷേ പെട്ടെന്ന് ഘടകകക്ഷി എന്നുള്ള നിലയിൽ CPI അതിനെ എതിർക്കുന്നു. ഇതൊരു ശോഷണത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ ഒരു കാരണവശാലും CPIM ഒരു തീരുമാനം എടുത്താൽ അതിനെ മാറ്റിമറിക്കാൻ സാധാരണഗതിയിൽ അത് നടക്കുന്നതല്ല. പക്ഷേ ഇത്തവണ അത് സംഭവിച്ചു. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ നിലനിർത്താനായിട്ട് ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരുന്നു. ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ ശോഷണത്തിൻ്റെ ചില എലമെൻറ്റ്സ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണ്. സ്വാഭാവികമാണ്. കാരണം ഈ മുന്നണി രാഷ്ട്രീയത്തെ ഈ കരതലാമലകം എന്ന് പറയും, ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ കൊണ്ട് നടക്കുമ്പം ആ നെല്ലിക്ക താഴെ പോകാതിരിക്കാനായിട്ട് ചില ബാലൻസുകൾ വേണ്ടി വരും. അത് ചെറിയൊരു ശോഷണം ഉണ്ടാകും അവിടെ. അതിന് വേറൊരു തലമുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി അന്ന് EMS ഉള്ള കാലത്താണ് വർഗീയ കക്ഷികളുമായി ഇനി സഖ്യം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗ് മാത്രമല്ല, കേരള കോൺഗ്രസ് ഉൾപ്പെട്ടിരുന്നു. കേരള കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ ഒരു വർഗീയ കക്ഷി, ഏതെങ്കിലും മതത്തിൻ്റെ ഒരു ലേബൽ പറയാൻ കഴിയില്ലെങ്കിലും ഒരു ക്രൈസ്തവ ഇതെന്നുള്ള നിലയിൽ കേരള കോൺഗ്രസിനെയും ഉൾപ്പെടുത്തുന്നില്ല എന്ന് തീരുമാനിക്കുകയും അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നുമില്ലാതെ തന്നെ LDF അധികാരത്തിലെത്തുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ട്. അത് അന്നത്തെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ പോലും അത് ആത്മഹത്യാപരമാണ് എന്ന് ചിന്തിച്ചവർ ഒരുപക്ഷെ CPIM തന്നെ അന്നുണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതിനെ ഇവിടെ എതിർപ്പുണ്ടായിരുന്നു. കാരണം പിന്നീട് മുസ്ലിം ലീഗുമായി സഖ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രബലനായ MV രാഘവൻ മുന്നോട്ട് വരികയും അത് പിന്നീടൊരു സ്പ്ലിറ്റിൽ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് പക്ഷേ യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ ഈ ഒരു നിലപാടെടുക്കാൻ CPIM കഴിഞ്ഞു. ഒരു EMS എന്നുള്ള ഒരു വ്യക്തിയുടെ ഇതെന്നുള്ള നിലയിലല്ല, CPIM അങ്ങനെ വളരെ തത്വാധിഷ്ഠിതമായ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് പക്ഷേ ഈ പറയുന്ന ഒത്തുതീർപ്പുകൾ, പല കാര്യങ്ങളിലും ഒത്തുതീർപ്പുകൾ വേണ്ടി വരുന്നു. അതായത് അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരം ആവശ്യം തന്നെയാണ്. പക്ഷേ അധികാരം എങ്ങനെയും നിലനിർത്തിയേ മതിയാവൂ എന്നതിലേക്ക് CPIM എത്തി എന്നൊരു വിമർശനമുണ്ട്. അതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് CPIM എന്ന് പറയുന്നത് CPIM-ന് ഉള്ളിലെ ഉൾപാർട്ടി ജനാധിപത്യം ദുർബലപ്പെടുകയും പാർട്ടി ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്നതാണ് പൊതുവെ പറയപ്പെടുന്ന രാഷ്ട്രീയ വിമർശകർ ഉയർത്തുന്ന വിമർശനം. ഇതിനോട് എങ്ങനെയാണ് കാണുന്നത്?
അത് ഒരു പരിധിവരെ അംഗീകരിക്കാതെ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഈ തുടർ ഭരണത്തിൻ്റെ 2021 ഭരണത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ മുമ്പായിരുന്നെങ്കിൽ റിയാസ് എന്ന് പറയുന്ന ഒരു ഘടകം മന്ത്രിയായിട്ട് ഈ സർക്കാരിൽ തന്നെ വരാൻ അസംഭവ്യമെന്ന് പറയാൻ കഴിയും. വേറെ കൂടുതൽ ഉദാഹരണമൊന്നും വേണ്ട, മുമ്പായിരുന്നെങ്കിൽ. പക്ഷെ ഇത്തവണ അത് സംഭവിച്ചതിൻ്റെ കാരണം ഈ തുടർഭരണത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും അതിനെ ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പ്. ആ ക്യാപ്റ്റൻ ഉള്ളതാണ് എന്നുള്ളതിൻ്റെ ആനുകൂല്യം അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ആവശ്യപ്പെട്ടെങ്കിൽ അതിനെ നിഷേധിക്കാനോ എതിർക്കാനോ ആർക്കും കഴിയില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചുറ്റുപാടായി ഉരുത്തിരിഞ്ഞത്. അത് ശരിയാണോ, അതിനകത്ത് ശരികേടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പരിധിവരെ ശരികേടുണ്ട്. കാരണം EMSൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന അല്ല, EMS ഉൾപ്പെടെ ഉള്ളവർ ഉയർത്തിയ സംഭവത്തിൽ ബന്ധുമിത്രാദികളെ കഴിവതും, അപ്പോൾ പിന്നെ എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഒരു ചോദ്യം ഉണ്ടാകുന്നതുകൊണ്ട് അത് പാടില്ല എന്ന് പറയും. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ ഈ പലരും ആരോപിക്കുന്ന പോലെ ഒരു വാത്സല്യം അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനം പറയുന്നത് മരുമോനിസം എന്ന് പറയുന്നത്. ആ വിമർശനത്തിന് ഇട ഉണ്ടാക്കരുതായിരുന്നു എന്ന് ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും അത് പക്ഷേ അത് സംഭവിച്ചു. ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ 2021 തിരഞ്ഞെടുപ്പിന് മുമ്പ് 2 തവണ MLA-മാരായവർക്ക് ടിക്കറ്റ് നിഷേധിക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം LDFന് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം താരതമ്യേന പരിചയസമ്പന്നരായ എല്ലാവരെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പുതുമുഖങ്ങൾ മാത്രം അടങ്ങിയ ഒരു മന്ത്രിസഭ രൂപവൽക്കരിക്കുകയും ചെയ്തു. പുതിയ ആൾക്കാർക്ക് അവസരം നൽകണം, പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും ഇതൊക്കെ വേണം. പക്ഷേ പുതിയ ആൾക്കാർ മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന പല ബാലാരിഷ്ടതകളും അത് വളരെ പ്രകടമായി തന്നെ ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെയും ഈ പറയുന്ന ഫേവറൈറ്റിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ നെപ്പോട്ടിസം എന്ന് പറയുന്ന നമ്മുടെ ഇതിൽ ഒരു ഇടതുപക്ഷ കക്ഷിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കക്ഷികളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദൗർബല്യം ഉണ്ടായി. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ഘട്ടത്തിലും ഒരു ഘടകത്തിലും പിന്നെ ആളുകളില്ലാതായി എന്നത് CPIMനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദൗർബല്യം. നിലവിൽ അത് ശക്തിയായിട്ട് തോന്നാമെങ്കിലും ഒരു ശക്തനായ നേതാവിന് കീഴിൽ ഒറ്റക്കെട്ടായ പാർട്ടി എന്നുള്ളത് ഒരു ശക്തിയായിട്ട് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു ഒറ്റക്കെട്ടായ ഒരു പാർട്ടിക്ക് ഒരാഘാതം ഉണ്ടായാൽ പൂർണ്ണമായും തകരും. അതേസമയം പല ലെയറായിട്ട് നിൽക്കുന്ന പല തലത്തിലുള്ള നേതൃത്വങ്ങളുള്ള ഒരു പാർട്ടിക്ക് അത്ര പെട്ടെന്ന് തകർച്ച ഉണ്ടാവില്ല. ഈ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചത് CPIMനെ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുകയല്ല ചെയ്തത്. ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ ദുർബലപ്പെടുത്തിയതിനൊപ്പം എന്താണെങ്കിലും ഒരു അധികാര രാഷ്ട്രീയത്തിൽ എപ്പോഴും പാർട്ടികൾ ലക്ഷ്യമിടുന്നത് ഭരണം, എങ്ങനെ അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു ഒരു 60% മേൽ പിണറായി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വഴിവിട്ട് പോകുന്ന സമയത്ത് ഈ അതിനെ എതിർക്കേണ്ട ശബ്ദങ്ങൾ ഫീബിൾ വോയിസ് ആയിട്ട് മാറുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അത് നല്ലതോ ചീത്തയോ എന്ന് ചോദിച്ചാൽ അതത്ര നല്ലതല്ല എന്ന് പറയേണ്ടി വരും. ഈ നിലവിലുള്ള സാഹചര്യങ്ങളുമായി സന്ധി ചെയ്യേണ്ടി വരുന്നതിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങളെ മാറ്റിമറിക്കുക എന്നതാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു ലക്ഷ്യം. നിലവിലുള്ള സാഹചര്യങ്ങളുമായി സന്ധി ചെയ്യേണ്ടി വരുന്നതാണ്. പ്രത്യേകിച്ച് നവമുതലാളിത്തവുമായി സന്ധി ചെയ്യേണ്ടി വന്നത് കൊണ്ടാണ് ഈ പറയുന്ന ദൗർബല്യം ഉണ്ടായത് എന്ന് പറയും. ഇത് ഒരു പരിധിവരെ CPIMനെ ക്ഷീണിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിൽ ഇതിനെ ചൂണ്ടിക്കാട്ടാനോ
ഇതിനെ പകരമായ ഒരു ബദൽ മുന്നോട്ട് വയ്ക്കാനോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFനോ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്? അത് വളരെ പ്രസക്തമായൊരു സംഗതിയാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഉൾപാർട്ടിയിൽ എതിർശബ്ദങ്ങൾ ഉയരാത്തത് എന്ന ചോദ്യം പോലെ തന്നെ എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എതിർ മുന്നണിയിൽ നിന്ന് കാതലായ എതിർപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അതൊരാൾക്കൂട്ടം മാത്രമായിട്ട് മാറുന്നു. അവിടെ അണികൾ ആൾക്കൂട്ടമാകുന്നത് പോലെ തന്നെ നേതാക്കളുടെയും ഒരാൾക്കൂട്ടം വരുന്നു. അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയും ശബ്ദം ഫീബിൾ വോയിസ് ആയിട്ട് മാറുന്നതിൻ്റെ കാര്യം ഇതാണ്. രമേശ് ചെന്നിത്തല ഒന്ന് പറയുന്നു, VD സതീശൻ ഒന്ന് പറയുന്നു, സണ്ണി ജോസഫ് ഒന്ന് പറയുന്നു, മുരളീധരൻ ഒന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു ഏകദാനമായി ഈ കാര്യങ്ങളെ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു. അതിൻ്റെ എല്ലാം പ്രതിസന്ധി വരുന്നത് ഭരണ നേതൃത്വത്തെ അവർക്ക് തെറ്റുകളിൽ നിന്നും അത് തെറ്റുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ പാർട്ടിയിൽ ചില ശക്തി കേന്ദ്രങ്ങളുടെ അഭാവം വരുന്ന പോലെ തന്നെ എതിർ മുന്നണിയിലും അതുണ്ടാവാൻ പറ്റാതെ വരുന്നത് ഇത് തന്നെയാണ് BJPയുടെയും കാര്യം. BJPയുടെ ഭാഗത്തു നിന്നും വളരെ കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മുണ്ടും ഉടുക്കാൻ അറിയാം, മലയാളം പറയാൻ അറിയാം എന്നൊക്കെ പറയുന്നതല്ലാതെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾക്കും ഈ പറയുന്ന ഒരു കുഴപ്പമുണ്ട്. അത് എല്ലാ തരത്തിലും ഈ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള ചില ആശയക്കുഴപ്പത്തിന് ആക്കം കൂട്ടുന്ന കാര്യമാണ്. മറ്റേ അലർട്ടാകാം, എന്നെ എതിർക്കുന്ന അല്ലെങ്കിൽ എന്നെ തല്ലാൻ അവിടെ ആൾ നോക്കി നിൽക്കുന്നു എന്ന് വന്നാൽ ഞാൻ വേ ഔട്ട് കണ്ടെത്തും. ഇവിടെ അതല്ല, എനിക്ക് ഒരു പ്രശ്നമില്ല, ഇതിലെ തന്നെ പോകാം എന്ന് ഒരു വല്ലാത്ത ധൈര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നതിനുള്ള ആർജവം പ്രതിപക്ഷത്തിനുണ്ടായിട്ടില്ല ആ ഇരു കൂട്ടർക്ക്, അതായത് അപ്പുറം നിൽക്കുന്ന BJP മുന്നണിയാണെങ്കിലും NDA മുന്നണിയാണെങ്കിലും UDF മുന്നണിയാണെങ്കിലും വേണ്ടത്ര ഉണർന്ന് പ്രവർത്തിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നൊരവസ്ഥയുണ്ട്. ആ ശക്തമായൊരു പ്രതിപക്ഷമില്ലായ്മ ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വ്യക്തി കേന്ദ്രീകൃതമോ ആയിട്ടുള്ള ഈ ഭരണ സംവിധാനം തീർച്ചയായിട്ടും. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ശക്തമാകേണ്ടത് പ്രതിപക്ഷമാണ്. അല്ലെങ്കിൽ ഇനിയിപ്പം പ്രതിപക്ഷമെന്ന് ഇവിടെ പറയുമ്പം ഭരണത്തിലില്ലാത്ത NDA പോലും നമ്മൾ പ്രതിപക്ഷമായിട്ട് തന്നെ പറയണമല്ലോ. കാരണം എല്ലാ അർത്ഥത്തിലും ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവിടെയൊക്കെ ചില പോക്കറ്റുകളിലേക്ക് ചില ഈ കാര്യങ്ങൾ ഒതുങ്ങി പോകുന്നില്ല എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് രാഷ്ട്രീയത്തിൽ ഒരു ജീർണത സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ ജീർണത ഏതായാലും ആശാസ്യമല്ലല്ലോ. ഈ നമ്മളൊരു എന്താ പറയുക, ഒരു കെട്ടിക്കിടക്കുന്നിടത്താണല്ലോ ഒരു ജീർണത ഉണ്ടാകുന്നത്, ഒരു ഒഴുക്കില്ലായ്മയുടെ ഒരു പ്രശ്നം. ഈ രാഷ്ട്രീയത്തിലെ ആ ഒരു ജീർണതയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? പരിഹാരം കാണണമെങ്കിൽ ആദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജീർണത ഉണ്ടായത് എന്നുള്ളൊരു, അത് ഇന്ന പാർട്ടിക്ക് ഇന്നതുകൊണ്ടുണ്ടായി എന്ന് നോക്കേണ്ടതില്ല. നമുക്ക് രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊതു ഘടകമുണ്ട് ഈ ജീർണത സംഭവിക്കുക. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്. കാരണം ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നണി ഇപ്പോൾ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ നഖശിഖാന്ത എതിർക്കാൻ പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ മുന്നോട്ട് വന്നിരുന്നത് തിരുത്തൽവാദികളായും അല്ലെങ്കിൽ അതുപോലെ യുവ തുർക്കികളായും പല പേരുകളിൽ ആ കാലത്തുണ്ടായിരുന്ന പരിവർത്തനവാദികൾ, തിരുത്തൽവാദികൾ. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ MA ജോൺ നമ്മെ നയിക്കും പരിവർത്തനവാദികൾ. പരിപാടികളിലെ വിട്ടുവീഴ്ചയില്ലായ്മയാണ് പരിവർത്തനവാദികളുടെ പടവാൾ എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. വളരെ തീർച്ചയായും അതിന്റെ സപ്ലിമെന്റ് ചെയ്ത് പിന്നെ പറഞ്ഞു, പരിപാടികളിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ പിന്നെ വിട്ടുവീഴ്ചയാവും പരിപാടി. വളരെ രസകരമായ. അപ്പൊ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ വരുമ്പം പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് തങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം. അതാണ് ഏറ്റവും വലിയ വിമർശനം. അങ്ങനെ വിമർശനം, ഉൾപാർട്ടി വിമർശനം ഇന്ന് ഏത് ഘടകത്തിലുണ്ട്? ഒരിടത്തും കാണാൻ പറ്റുന്നില്ല.
അപ്പോൾ അതാ ഈ ജീർണത എന്ന് പറയുന്നത് മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു സംഭവം. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞു, എല്ലാ റീലുകളിൽ ഒതുങ്ങുന്ന വിമർശനങ്ങളാണ്. റീലുകൾ നമ്മുടെ ഈ 24 ഫ്രെയിം ചേർന്നാണ് ഒരു സിനിമയുടെ ഇതെന്ന് പറയുന്ന പോലെ ആ 24-ൽ ഒന്നായിട്ട് ഈ റീലുകൾ മാറുക. അപ്പോൾ അതിൻ്റേതായ ഈ എല്ലാ സംഭവങ്ങളിലും ഈ കുഴപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ ദൃശ്യബോധത്തിൽ പോലും പറഞ്ഞു വന്നത് നമ്മുടെ ഈ പറയുന്ന ഔന്നത്യങ്ങളുടെ ഒരു കാലഘട്ടം. ഒരു കാലഘട്ടത്തിൽ ലോക രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഉന്നതരായ നേതാക്കളെ കാണാമായിരുന്നു. അതിനൊപ്പം അതിനെ കഴിഞ്ഞും ഉയർന്നു നിൽക്കുന്ന ഗാന്ധിജിയെ പോലെയോ നെഹ്റുവിനെ പോലെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും, ഇപ്പോൾ സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും എല്ലാ രംഗങ്ങളിലും ഉന്നതങ്ങളായ ഒരു സാംസ്കാരിക നിരീക്ഷണം അറിയാമല്ലോ. അപ്പം ബൃഹദാഖ്യാനങ്ങളുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ ഈ പറഞ്ഞ ഈ മീഡിയോക്രിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഈ ഘടകമാണോ നമ്മളുടെ രാഷ്ട്രീയത്തിലെ ഒരു ജീർണതയ്ക്ക് കാരണമായിട്ടുള്ളത്? വൺ ഓഫ് ദി റീസൺസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഇപ്പം ഞാൻ ഈ പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ മേഖലയിൽ ഇത് വളരെ ഊഷ്മളമായ ഒരു ബന്ധമായിരുന്നു. ഈ രാഷ്ട്രീയക്കാരെ കറക്ഷന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ കാർട്ടൂൺ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ PK മന്ത്രിയുടെ അദ്ദേഹം 53-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ 86 വയസ്സ് ആയനെ. തന്നിറം പോലൊരു പത്രത്തിൽ കലാനിലയം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ പത്രാധിപർ അദ്ദേഹം കൊടുത്തൊരു സ്വാതന്ത്ര്യം നമ്മുടെ CH മുഹമ്മദ് കോയയും മന്ത്രിയുമായി വലിയ തർക്കവിതർക്കങ്ങളുണ്ടായി. കാരണം അദ്ദേഹത്തെ വിമർശിച്ച്, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ സമരം, അധ്യാപക സമരം, ആ സമരത്തിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ കാർട്ടൂണുകളുടെയും കൂടെ ഒരു അറ്റാക്കായിരുന്നു. ഒന്നും വേണ്ട, നമ്മുടെ മലയാളിയായ അബു എബ്രഹാം 1975 രാഷ്ട്രീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സംഭവം ഈ മലയാളി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം നമ്മൾ ചിന്തിക്കുന്നത് ബാത്ത് ടബിൽ കിടന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഈ ഓർഡിനൻസുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന ആ കാർട്ടൂണാണ് അടിയന്തരാവസ്ഥയെ നമ്മൾ ശാശ്വതമാക്കിയത്. ഇന്ന് അത്തരത്തിൽ കാർട്ടൂൺ വരുന്നുണ്ടോ? കാർട്ടൂൺ വരയ്ക്കുന്നുണ്ടാവും, പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച വ്യക്തിപരമായ ചില അനുഭവങ്ങളോട് പറയാം. നമ്മൾ രാത്രിയിൽ ന്യൂസ് കണ്ടതിന് ശേഷം ഒരു കാർട്ടൂൺ വരയ്ക്കാനിരിക്കുമ്പോൾ അതിനെ കടത്തി വിട്ടുന്ന ഈ ട്രോളുകൾ വരിക. അപ്പം സോഷ്യൽ മീഡിയയുടെ ഈ കടന്നുകയറ്റം വരുമ്പോഴത്തേനും ഈ തരത്തിലുള്ള സർഗാത്മകതയ്ക്ക് ഒരു പരിധി വരെ അതിന് തടസ്സം ഉണ്ടാവും. ഒരു ട്രോള് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു സ്പാർക്ക് മതി, അയാൾക്ക് വരയ്ക്കണ്ട. ഒരു ഹ്യൂമർ ഉണ്ടാക്കാനായിട്ട് 1-2 ലൈൻ മതി, വേണ്ട നെറ്റിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സിനിമയുടെ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചേർന്ന് അഭിനയിച്ച ജഗദീഷ് ശ്രീകുമാറും ഒക്കെ ചേർന്ന ഒരു ഹ്യൂമർ സിറ്റുവേഷൻ എടുത്തിട്ട് അവരുടെ ദേഹത്തേക്ക് ഒരു ഗ്രാഫിക് കൊടുത്താൽ മതി. ഇത് മറ്റേ ഇന്നയാൾ, ഇത് ഇന്നയാൾ, ഇത് പിണറായി, മറ്റേ ആ ഡയലോഗ് കൊണ്ട് തീർന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ കടത്തി വിട്ടുന്ന എന്ത് സാധനം വരയ്ക്കും? പിറ്റേ ദിവസം രാവിലത്തെ പത്രത്തിൽ നല്ലൊരു കാർട്ടൂൺ കണ്ടാൽ അതൊരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കാണുന്ന രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം ഇതിനെല്ലാം ഒരു വലിയ അപചയം ഉണ്ടാക്കി. ഈ പറയുന്ന കാർട്ടൂണുകൾ, ഇപ്പോൾ ഞാൻ ഈ അബുവിൻ്റെ കാർട്ടൂൺ പറഞ്ഞു, അബുവിൻ്റെ ഗംഭീരമായ കുറേ കാർട്ടൂണുകളുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരച്ച കാർട്ടൂൺ ഇങ്ങനെയായിരുന്നു: കാസ്റ്റ് യുവർ വോട്ട് ഹിയർ എന്ന് ആദ്യം എഴുതി വെച്ചിരിക്കുന്നു. അതിന് തൊട്ടപ്പുറം എഴുതിയിരിക്കുന്നു വോട്ട് യുവർ കാസ്റ്റ് ഹിയർ. എത്ര, അതായത് CASTയും CASTEയും തമ്മിലുള്ള ആ കാസ്റ്റിൻ്റെ ഉച്ചാരണത്തിൻ്റെ അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് എത്ര ഗംഭീരമാണ്. അതിനെ നമ്മൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ നല്ല കലാരൂപങ്ങളില്ല. എല്ലാം ഈ പെട്ടെന്ന് കത്തിത്തീരുന്ന കഥനകളായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അപ്പം ഈ അപജയം ഇൻ്റർലിങ്ക്ഡാണ്. എല്ലാ മേഖലകളിലുമുള്ള ഒരു അപജയത്തിൻ്റെ ഒരംശം അതിങ്ങോട്ടും. കാരണം ഈ പറയുന്ന ആൾക്കാരെ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കൈപിടിക്കേണ്ട കലാകാരൻ ഈ ഉഴറുന്ന, അതേപോലെ തന്നെ നല്ല പത്രാധിപന്മാരുടെ അഭാവം,
പോത്തൻ ജോസഫിൻ്റെ കാലത്തായിരുന്നു ശങ്കറിന് നെഹ്റുവിനെ വിമർശിച്ച് നല്ല കാർട്ടൂൺ വരയ്ക്കാൻ പറ്റിയത്. ആ തരത്തിലുള്ള എഡിറ്റർമാരുടെ അഭാവം, എഡിറ്റോറിയൽ നല്ല രീതിയിലുള്ള എഡിറ്റോറിയൽ എഴുതാൻ കഴിവുള്ള ലീഡർ റൈറ്റർമാരുടെ അഭാവം, ഇതെല്ലാം പരസ്പര ബന്ധിതമായൊരു കാര്യമാണ്. ഈ അത് ആഴമില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഈ ആഴമില്ലായ്മ ഒരു ദൃശ്യ മാധ്യമ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ദൃശ്യമാധ്യമങ്ങളെ നന്നായി ഉപയോഗിച്ച ആഴത്തിൽ ഇത് പതിപ്പിക്കാവുന്നേ ഉള്ളൂ. അതിന് വ്യൂവേഴ്സിൻ്റെ ഒരു കൾച്ചറും കൂടി നന്നാവേണ്ട ഒരു അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഇല്ല. ഒരു ദൃശ്യമാധ്യമ സംസ്കാരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഇതില്ല എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഒരു കാരണം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയോക്രിറ്റി ഈ നമ്മളുടെ ഇതിനെ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആൾക്കാർ പറയുന്നു സഹിഷ്ണുത ഇല്ലായ്മ ഒരു വലിയ ഘടകമാണ്. അത് സഹിഷ്ണുത ഇല്ലായ്മയെ കഴിഞ്ഞ് ഉപരിയായി ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ പൊതുവെ കാണുന്നുണ്ട്. ശരിയാണോ അത്? തീർച്ചയായിട്ടും ആ പ്രതിപക്ഷ ബഹുമാനം ഇല്ലായ്കയൊക്കെ ഒരു ഈ ക്വാളിറ്റി ചില സ്കൂളുകളുടെ അഭാവമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ യുവാവായിരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു കൗമാര കാലഘട്ടത്തിൽ, എൻ്റെ ചുറ്റുപാടിൽ എല്ലാ സമുദായങ്ങളും ചേർന്നുള്ള ചില ആഘോഷങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മളും കാണുന്നത് നമ്മളുടെ മതം, നമ്മളുടെ ജാതി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്നിപ്പം എല്ലാവരും അവരവരുടെ ഈ സ്വകാര്യ ഇടങ്ങളിലേക്ക്, നമുക്കെല്ലാം വാഹനങ്ങളായി. മുമ്പെന്ന് പറയുന്നത് നമ്മൾ ഒരിടത്തേക്ക് നടന്നു പോകുമ്പം ഈ നടന്നു പോകുന്ന വഴിക്കെതിരെയുള്ള വീടുകളിലെ ആൾക്കാരുമായിട്ടെല്ലാം സംവദിച്ചാണ് പോകുന്നത്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. ഹായ് എന്ന് പറഞ്ഞ് ആ ഹായ് ഹലോ എന്ന് ഫോണിൽ കൂടി പറയുന്ന പോലെ തന്നെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഹായ് അവിടെ തീരുന്നു. ഈ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് അതില്ലാതെ പോകുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ സഹോദരിമാർ അല്ലെ നമ്മുടെ മാതാപിതാക്കൾ അവർ നെയ്ബേഴ്സുമായിട്ട് സംസാരിച്ചിരുന്ന ഡയലോഗുകളൊക്കെ നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നുണ്ട്. ഇപ്പം നമുക്കങ്ങനെ സംസാരിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ടോ? ഇല്ല, പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കാലം ഒരു ആവശ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ജീർണത എല്ലാ മേഖലയിലോട്ടും, നമ്മുടെ കലയിൽ വരും, സാഹിത്യത്തിൽ വരും, സംസ്കാരത്തിൽ വരും, പൊളിറ്റിക്സിൽ വരും. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2026 16ാം നിയമസഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരള സമൂഹത്തിൻ്റെ കുറിച്ചൊരു ചെറിയ രീതിയിലുള്ള ഒരു വിശകലനം നമ്മൾ നടത്തുകയുണ്ടായി. പൊതുവെ പല നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര മോശമായിട്ടുള്ളൊരു അവസ്ഥയിലല്ല ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിജയം ആർക്കും ആകാം. LDFിന് ഭരണ തുടർച്ച ഉണ്ടാകാം, അല്ലെങ്കിൽ UDF ഭരണത്തിൽ വന്നു വരാം, NDAക്ക് കുറച്ച് സീറ്റുകൾ ലഭിച്ചു എന്ന് വരാം. ഇതൊക്കെ ഈ ഒരു ഇലക്ഷനിലെ ഒരു ഇതാണ്. കുറച്ചുകൂടി ദീർഘമായ ഒരു കാഴ്ചപ്പാട് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് അഭികാമ്യമായ ഒരു രാഷ്ട്രീയം ഇനിയും കേരളത്തിന് ഒന്നും മാത്രമല്ല, ഇന്ത്യക്കും ലോകത്തിന് തന്നെയും അഭികാമ്യമായ ഒരു രാഷ്ട്രീയം ഇനിയും ഉരുത്തിരിഞ്ഞ് വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, എല്ലാ രംഗങ്ങളിലുമുള്ള തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ ഒരു അന്തരാളഘട്ടം എന്ന് പറയാറായിട്ടില്ല, അന്തരാളഘട്ടമല്ല, പക്ഷേ ഒരു അന്തരാളഘട്ടത്തിലേക്ക് എത്തും. അപ്പോൾ ഈ കടൽ പിൻവാങ്ങുന്നത്, ഏത് സുനാമിക്ക് മുമ്പും കടലൊന്ന് പിൻവാങ്ങുമെന്ന് പറയും. ആ പിൻവാങ്ങലിൻ്റെ അടുത്ത സ്റ്റെപ്പിലാണ് ഇതാഞ്ഞടിച്ച് ഈ തീരത്തെ എല്ലാ വൃത്തികേടിനെയും തൂത്ത് തുടച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ തുടർന്ന് സംസാരിച്ച പല ഇതിലും പലപ്പോഴും നമ്മൾ പിന്നോട്ടടിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം പോലെ ഇതിന് സപ്ലിമെൻ്റ് ചെയ്യാം. ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ പിന്നോട്ടടിക്കുന്നുണ്ടെങ്കിലും ആ പിന്നോട്ടടി ഒരു വലിയ മുന്നോട്ടുള്ള ഒരു എടുത്തുചാട്ടം
അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പിന്നോട്ടടിയായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതെല്ലാം മാറി മറ്റൊരു സംവിധാനം ഉണ്ടാവും. കാലം അങ്ങനെയാണല്ലോ, എല്ലാത്തിനെയും മാറ്റിമറിക്കുന്ന അൾട്ടിമേറ്റായിട്ടുള്ള കാലത്തിൻ്റെ ഒരു അതിനെ ഞാൻ വേറൊരു തരത്തിൽ പറയാം. കാൾ മാർക്സ് തന്നെ കലയെക്കുറിച്ച് പറഞ്ഞ ഒരു കലാകാരനായതുകൊണ്ട് അത് പറയാം. ആർട്ട് ഈസ് എ സീക്രട്ട് കൺഫെഷൻ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ആൻ ഇമ്മോർട്ടൽ മൂവ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ടൈം. ഒരു രഹസ്യ കുമ്പസാരവും കാലത്തിൻ്റെ അനുസ്യൂതിയുടെ അടയാളപ്പെടുത്തലും എന്നാണ് കലയെ പറ്റി പറയുന്നത്. കാലവും അങ്ങനെ തന്നെയാണ്. ഏത് സംഗതിയെയും കാലം അതിൻ്റെ വേണ്ട വഴിക്ക്, അപ്പോൾ അത് വേണ്ട വഴിക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒത്തിരി ഈ ഊടുവഴികളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരും. ഇപ്പം നമ്മളെല്ലാം ഈ ചെറിയ ഊടുവഴികളിലൂടെയൊക്കെ അപ്പോൾ ഒരു വലിയ പ്രകടനമോ അല്ലെ പ്രദർശനമോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വണ്ടിയെടുത്ത് ഊടുവഴികളിലൂടെ കയറേണ്ടി വരും. അവിടെ അപകടങ്ങളൊക്കെ ഉണ്ടാവും. കുറുക്ക് വഴികൾ അപകടമാണെന്ന് പണ്ട് കൈനിക്കര കുമാരപിള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില കുറുക്ക് വഴികൾ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആകുക. എല്ലാം ഒരു കലാകാരൻ ഒരിക്കലും പെസിമിസ്റ്റ് ആകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അങ്ങനെ കാണുന്നു. അപ്പോൾ ചരിത്രം ഇപ്പോൾ നമ്മളുടെ ഒരു ഹ്രസ്വദൃഷ്ടിയിൽ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചടികൾ, പിന്നോക്കം പോക്കുകൾ ഉണ്ട് എങ്കിൽ പോലും ചരിത്രം അതിൻ്റെ നൈരന്തര്യം തുടരും എന്ന ശുഭപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും.